ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 2 ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഏകദേശ ഷേപ്പുള്ള ഒരു ചിരട്ട നോക്കിയെടുക്കുക. ഇനി കത്തി യൂസ് ചെയ്ത് അതിൻ്റെ ആ നാരുകളെല്ലാം ഒന്ന് ചീകി കൊടുക്കുകയാണ്. 2 എണ്ണം ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ 2 എണ്ണം ഇതുപോലെ ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് അതൊന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുത്തപ്പോഴത്തേക്കും ആ എല്ലാ പൊടിയും നാരുകളും എല്ലാം ഒന്ന് പോയി നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പെയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. 2 ചിരട്ടകൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 എണ്ണവും കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് ചെയ്ത ശേഷം ഞാൻ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം സെക്കൻഡ് കോട്ട് ഒന്നും കൂടി വൈറ്റ് കളർ തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാണ്ടയുടെ ഫേസാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ഇമേജസ് കിട്ടും. പാണ്ട, ബേബി പാണ്ട ക്ലിപ്പ് ആർട്ടെന്നോ ബേബി പാണ്ട കാർട്ടൂൺ ഇമേജസ് എന്നോ അങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ഇമേജസ് കിട്ടും. അത് നോക്കി വരച്ചെടുക്കുക. സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ മാർക്കർ യൂസ് ചെയ്ത് ജസ്റ്റ് ഔട്ട്ലൈൻസ് ഒന്ന് ഡാർക്കൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട്. ഇനി കളർ ചെയ്യാനായിട്ട് ബ്ലാക്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ കുറച്ച് ബ്ലാക്കും കൂടുതൽ വൈറ്റും കൂടി മിക്സ് ചെയ്തൊരു ഗ്രേ കളർ, ആഷ് കളർ ഫോം ചെയ്യുകയാണ്. അതാണ് ഇനി അടുത്ത കളർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി റെഡ് അക്രിലിക് കളർ എടുത്തിട്ടുണ്ട്. പാണ്ടയുടെ ആ നാക്കിനൊന്ന് കളർ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ പാണ്ടയുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ടും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നോക്കി ഞാൻ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത് ഞാൻ ആ കണ്ണിൻ്റെ അവിടെ ഇതുപോലെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. നോസിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് അക്രിലിക് കളറും ലൈനർ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യാം. ഇനി ഞാനൊരു നോർമൽ പേപ്പർ എടുത്തിരിക്കുകയാണ്, ബുക്ക് പേപ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ ഹെഡും ആ ബോഡിയും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് വിഡ്ത്ത് ചോദിച്ചാൽ 3.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ആദ്യം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കണേ. എങ്ങനെ അവസാനം ഒരു ഗ്ലൂ യൂസ് ചെയ്ത് അതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ ഗ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ റോൾ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് ഇത് ആ ചിരട്ടയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമ്മളിത് ആ ചിരട്ടയിൽ ഒട്ടിച്ച ശേഷം നല്ല ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് വെക്കണം കേട്ടോ. നല്ല ഒട്ടിയ ശേഷം മാത്രമേ ആ ഹെഡ് നമ്മൾ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഹെഡ് പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇച്ചിരി വെയിറ്റുള്ള കാര്യം വേണ്ട, ചിലപ്പോൾ ഇളകി വീഴും. സോ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചിട്ടൊന്ന് പിടിച്ചു വയ്ക്കണം. അപ്പോൾ നന്നായിട്ട് ഒട്ടി കിട്ടും. ഇപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ജോയിൻറ്റിൻ്റെ അവിടെ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ, ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ. നിങ്ങളത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇനി ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴയ ബുക്കിൻ്റെ ബാൻഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതിൽ ബാക്കി ബോഡി പാർട്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. 2 കാലും 2 കൈയും 2 ചെവിയും വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാർക്കർ യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ ആനിമൽസിൻ്റെ ഫുഡിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു ഡിസൈൻ ഇതുപോലുള്ള, അതൊന്ന് വരച്ചെടുക്കുകയാണ്. ഇനി ചെവിയിലാണ് എങ്ങനെ വരയ്ക്കുന്നത്.
ഇനി ഇതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കാനായിട്ട് ബ്ലാക്ക് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ 2 കാലുകളും ഇതുപോലെ കളർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ആ ഡിസൈൻസ് കളർ ചെയ്യാനായിട്ട് ഞാൻ ആഷ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആഷ് കളർ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന്. അത് അകത്തെ സർക്കിൾസിൽ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. 2 എണ്ണം ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത ചെവിയാണ് കളർ ചെയ്യുന്നത്. കൈ 2 എണ്ണം ഫുള്ളായിട്ട് ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, കളർ ചെയ്തെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം മാത്രം ഞാൻ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്ത് ഒന്ന് ഇവിടെ കുഞ്ഞ് നെയിൽസൊക്കെ കയ്യിൽ വരച്ചെടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ഉണങ്ങിയ ശേഷം മാത്രമാണ്. നിങ്ങൾക്ക് വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തും ചെയ്യാം. ഇനി ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് മെഷർ പറയുകയാണെങ്കിൽ വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 15 സെൻറ്റിമീറ്ററാണ്. ഇനി അതിൽ വെൽക്കം എന്ന് എഴുതി എടുത്തിട്ടുണ്ട്. ഇനി കളർ ചെയ്യണം. അതിനായിട്ട് ബ്രൗൺ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗൺ ഡയറക്റ്റായിട്ട് എടുക്കാനില്ലാത്തവരാണെങ്കിൽ ബ്ലൂ ഗ്രീനും കൂടി മിക്സ് ചെയ്താൽ ബ്രൗൺ കിട്ടും. ലെറ്റേഴ്സിൻ്റെ പുറത്താണ് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലെറ്റേഴ്സിൻ്റെ അകത്ത് കളർ ചെയ്യാനായിട്ട് യെല്ലോ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്താ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ നന്നായിട്ട് ഡ്രൈ ആയ ശേഷം ഗ്രീൻ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്ത് ഒന്ന് അവിടെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് 25 രൂപ എന്തോണ് വില. നമ്മൾ മെഹന്തി ഇടുന്നത് പോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് 2 ചെവി ഒട്ടിച്ചെടുക്കുകയാണ്. പാണ്ടയ്ക്ക് എല്ലാം ഒട്ടിക്കുമ്പോഴും ഒന്ന് കുറച്ച് നേരത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടാനായിട്ട് ഇതുപോലെ ഫസ്റ്റ് 2 ചെവിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ കാർഡ് വെൽക്കം കാർഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി 2 കാലുകൾ ഒട്ടിച്ചെടുക്കാം. ഇനി 2 കൈയും കൂടി ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിരട്ടക്കുട്ടൻ റെഡി ആയിട്ടുണ്ട്. ചിരട്ടയിൽ ചെയ്തെടുത്ത പാണ്ടക്കുട്ടനല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത് കണ്ടാൽ ആരും ചിരട്ടയിൽ ചെയ്തതാണെന്ന് പെട്ടെന്ന് കണ്ടാൽ ആരും പറയത്തില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ. നമ്മളിനി ചിരട്ട കളയേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേ ക്രാഫ്റ്റ്സ് ഇതുപോലെ ചെയ്യാം കേട്ടോ ചിരട്ടയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനും ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയ ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.